ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഉച്ചയൂണിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇന്നൊരു പടവലങ്ങ കറി ചെരങ്ങ താളിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിഴങ്ങ് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ചോറിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ കിടന്ന് അങ്ങനെ വെന്തോട്ടെ വിചാരിച്ച് നമ്മളെ തനൂസ് ഇതവിടെ പാവച്ചുട്ടികളൊക്കെ അവിടെ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കളി കഴിഞ്ഞാൽ അവിടെ ഇടും. കുറേ മുറ്റത്തുണ്ടാവും, കുറേ ഹാളിലുണ്ടാവും, അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം നമ്മളെ കിഴങ്ങ് ഇതാന്ന് മസാലയൊക്കെ തിരുമ്മി വയ്ക്കാൻ വിചാരിച്ചിട്ടോ. സാധാ മസാല മുളകും മഞ്ഞളും ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് കറിവേപ്പിനും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതവിടെ മാറ്റി വെച്ചിട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വാർത്തെടുക്കാം. ഇനി എന്തെങ്കിലും കറി വേഗം അടുപ്പത്തേക്ക് കേട്ടോ. നമ്മൾ ഗ്യാസ് തീർന്നതല്ലേ, അപ്പം ഇനി എല്ലാം അടുപ്പത്ത് തന്നെ വയ്ക്കണം. ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് വയ്ക്കണം. തീ കെട്ട് കഴിഞ്ഞാൽ പിന്നെ കത്തിക്കാൻ ഭയങ്കര പാടാണിത്. കത്തി പിടിച്ച് നല്ലോണം കത്തും, നല്ല ചൂടും ഉണ്ടാവും. നമ്മൾ കറിക്കെടുത്തൊരു തക്കാളി കേട് വന്നു കേട്ടോ. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല തക്കാളിക്ക്, പക്ഷെ ഉള്ളിലിതാ അങ്ങനെ കറുപ്പ് കുത്തിയ പോലെ. അപ്പം നമ്മൾ വേറെ തക്കാളി എടുത്തിട്ടുണ്ടാവും. അങ്ങനെ തക്കാളിയും പച്ചമുളകും ഉപ്പും മഞ്ഞളും ചേർത്ത് കണ്ട് കേട്ടോ. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ അതങ്ങനെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ കുറച്ച് തേങ്ങ ചിരവിയെടുക്കാനുണ്ട് കേട്ടോ. കറണ്ട് പോകുമ്പോഴേക്കും വേഗം അരച്ചെടുക്കും വേണം. കറണ്ട് പോയാൽ പിന്നെ അത് അമ്മിയിലിട്ട് അരയ്ക്കേണ്ടി വരും. അപ്പോൾ അതാ ചോറൊക്കെ വാർത്ത് കഴിഞ്ഞു. പിന്നെ കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ടോ. ഇവിടെ അച്ഛനൊക്കെ 10 മണിക്ക് കഞ്ഞിവെള്ളം കുടിക്കണതാണ്. അപ്പോൾ കഞ്ഞിവെള്ളം കളയാറില്ല. അപ്പോഴത്തേക്ക് ഇതാ കറി വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തേങ്ങയരപ്പും ചേർത്തു കേട്ടോ. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അങ്ങനെ അതും ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടിച്ചെടുത്തു കേട്ടോ. ചുമന്ന മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറി ആയിട്ടുണ്ട്. താളിപ്പ് റെഡിയാക്കാം കേട്ടോ. ഇച്ചിരി ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചിരങ്ങ ചേർത്ത് കൊടുക്കട്ടെ. അതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. പിന്നെ അങ്ങനെ ആവിൽ കിടന്നങ്ങനെ വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് പപ്പടം വറുക്കാം കേട്ടോ. മീനൊന്നും ഇല്ലല്ലോ, അപ്പോൾ പപ്പടം വറുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പപ്പടം വറുത്ത് കൊടുത്തു. ഞാൻ ആ എണ്ണയിൽ തന്നെ കിഴങ്ങ് വറുക്കാനുണ്ടോ, എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ. നമ്മൾ കിഴങ്ങ് ഞാൻ മുരിയാതെ ഇങ്ങനെ കുഴഞ്ഞിട്ട് അങ്ങനെ വറുക്കണം എന്നാണ് വിചാരിച്ചു കേട്ടോ. പക്ഷേ അതിൽ പകുതി കരിഞ്ഞു പോയിട്ടോ. ബാക്കിയൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തനൂസ് പറഞ്ഞിരുന്നു ഇലയിൽ ചോറ് തിന്നാന്ന് കേട്ടോ. അപ്പം ഞാനും തനൂസും ഇലയൊക്കെ വെട്ടി ചോറൊക്കെ വിളമ്പിട്ടോ. അപ്പം ഞങ്ങൾ ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.